എന്റെ എല്ലാ ഗുരുക്കന്മാർക്കും എന്റെ സുഹൃത്തുക്കളായ എല്ലാ ടീച്ചേഴ്സിനും അധ്യാപക ദിന ആശംസകൾ. നമുക്കൊരു കുഞ്ഞു കഥയിലേക്ക് പോയാലോ? മിസ്സിസ് ഹെൻറി എന്നായിരുന്നു ആ ടീച്ചറുടെ പേര്. തനിക്ക് ആദ്യമായി ഇൻചാർജ് കിട്ടിയ 5ാം ക്ലാസ്സിലേക്ക് ടീച്ചർ ചെന്നു. എല്ലാ ടീച്ചർമാരും പറയുന്ന പോലെ ഒരു കുഞ്ഞു കള്ളം ടീച്ചർ ക്ലാസ്സിലെത്തി പറഞ്ഞു: കുട്ടികളെ, എനിക്ക് നിങ്ങളെ എല്ലാവരെയും ഒരുപോലെ ഇഷ്ടമാണ്. ഒട്ടും ആത്മാർത്ഥതയില്ലാത്ത ഒരു സെന്റൻസ്. ക്ലാസ്സില് ഏറ്റവും പുറകു ബെഞ്ചിൽ ഇരുന്നിരുന്ന ആ കുട്ടിയുടെ പേരായിരുന്നു ടെഡി. ടീച്ചർക്ക് അവനെ ഇഷ്ടമേ അല്ലായിരുന്നു. അതിനൊരു കാരണവുമുണ്ട്. ടെഡി ക്ലാസ്സിൽ ഒട്ടും ശ്രദ്ധിക്കില്ല, പഠിക്കില്ല, വേഷമാണെങ്കിലോ ആകെ മുഷിഞ്ഞതും. അങ്ങനെയിരിക്കെ ദിവസങ്ങൾ കടന്നുപോയി. ക്രിസ്മസ് കാലമായി. അവരുടെ ക്ലാസ്സിലെ ഒരു പ്രത്യേകത ഇങ്ങനെയായിരുന്നു: ക്രിസ്മസിന് മിക്ക ദിവസങ്ങൾക്ക് മുൻപ് തന്നെ എല്ലാവരും ഗിഫ്റ്റുകളെല്ലാം കൊണ്ടുവരും. ക്ലാസ്സിലെ ഷെൽഫിൽ അതെല്ലാം ശേഖരിച്ചു വെക്കും. ക്രിസ്മസ് ദിനത്തിലാണ് എല്ലാവരുടെയും ഗിഫ്റ്റുകളെല്ലാം തുറന്നു നോക്കുക. ഒട്ടുമിക്കവാറും കുഞ്ഞു ക്ലാസ്സുകളിൽ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. എല്ലാ കുട്ടികളും ടീച്ചർമാർക്കുള്ള എല്ലാ ഗിഫ്റ്റുകളും ഷെൽഫിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഹെഡ് മിസ്ട്രസ് പറയുകയാണ്, ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളുടെയും റെക്കോർഡുകളെല്ലാം പരിശോധിക്കണം. അതായത് കുട്ടികൾ കഴിഞ്ഞ കൊല്ലങ്ങളിൽ നിന്ന് ഈ കൊല്ലം എത്രത്തോളം ഇംപ്രൂവ്മെന്റ് ഉണ്ട് എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു സമയമായിരുന്നു. ക്ലാസ്സിൽ 40 കുട്ടികളുണ്ട്. 39 കുട്ടികളുടെയും റെക്കോർഡുകൾ ടീച്ചർ വളരെ സന്തോഷത്തോടു കൂടി തന്നെ നോക്കി. ഏറ്റവും ഒടുവിൽ ഒട്ടും താല്പര്യമില്ലാതെ ഈ ടെഡിയുടെ മുൻകാലത്തെ ഹിസ്റ്ററി എല്ലാം ടീച്ചർ എടുത്ത് നോക്കുകയാണ്. കാരണം അത് ജോലിയുടെ ഭാഗമാണല്ലോ. അങ്ങനെ എടുത്ത് നോക്കുമ്പോഴാണ് ടീച്ചർ കണ്ടത്, 1ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ എഴുതിയിരിക്കുന്നു: ടെഡി ക്ലാസ്സിലെ ഏറ്റവും മിടുക്കനായ കുട്ടിയാണ്. 2ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ എഴുതിയിരിക്കുന്നു: ടെഡി ക്ലാസ്സിൽ എല്ലാവർക്കും പ്രിയങ്കരനാണ്. 3ാം ക്ലാസ്സിലെ ടീച്ചർ എഴുതിയിരിക്കുന്നു: ടെഡി ഒരു പാവമാണ്, അവന്റെ അമ്മയ്ക്ക് ഒട്ടും വയ്യ. 4ാം ക്ലാസ്സിലെ ടീച്ചർ എഴുതിയിരിക്കുന്നു: ടെഡിയുടെ അമ്മ മരിച്ചു, അച്ഛൻ അവനെ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല. മിസ്സിസ് ഹെൻറിക്ക് ആകെ സങ്കടമായി. ടെഡി എന്തുകൊണ്ടാണ് ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ ഇരിക്കുന്നതെന്ന് മിസ്സിസ് ഹെൻറി അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ ക്രിസ്തുമസ് ദിനമെത്തി. ക്ലാസ്സിൽ എല്ലാവരും ഗിഫ്റ്റുകൾ തുറക്കാനുള്ള തത്രപ്പാടിലാണ്. മിസ്സിസ് ഹെൻറി നോക്കുമ്പോൾ ടെഡിയുടെ ഗിഫ്റ്റ് മാത്രം വളരെ മുഷിഞ്ഞതാണ്. ഏതോ ഒരു പച്ചക്കറി കടയിൽ നിന്ന് കിട്ടിയ പഴയ ഒരു കടലാസ് പേപ്പർ കൊണ്ട് പൊതിഞ്ഞ ടെഡിയുടെ ഗിഫ്റ്റാണ് അന്ന് ടീച്ചർ ആദ്യമായി പൊട്ടിച്ചത്. തുറന്നു നോക്കിയപ്പോൾ ടീച്ചർ കണ്ടത് എന്താണെന്നോ? കയ്യിൽ കെട്ടാവുന്ന ഒരു ബ്രേസ്ലെറ്റ്. ആ ബ്രേസ്ലെറ്റിന്റെ എല്ലാ കല്ലുകളും കൊഴിഞ്ഞു പോയിരുന്നു. പിന്നെ ഒരു കുഞ്ഞു കുപ്പി പെർഫ്യൂം. അതിലാകെ ഭാഗം മാത്രമേ പെർഫ്യൂം ഉള്ളൂ. അത് പക്ഷേ ടെഡിയുടെ അമ്മയുടേതായിരുന്നു. ടീച്ചർ പെട്ടെന്ന് തന്നെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും മുന്നിൽ വെച്ച് ആ സ്പ്രേ ടീച്ചറുടെ കൈത്തണ്ടമേൽ അടിച്ചു. ടെഡി പൊട്ടിക്കരഞ്ഞു. അവൻ ടീച്ചറിൽ കണ്ടത് അവന്റെ അമ്മയെ തന്നെയായിരുന്നു. ടീച്ചർക്ക് ഉള്ളിൽ ഒരു പുതിയ ചിന്ത ഉണർത്താൻ ആ ഒരു സംഭവം വേണ്ടി വന്നു. തന്റെ മുന്നിലിരിക്കുന്ന കുട്ടികൾ സ്വന്തം മക്കളല്ല എന്ന് തോന്നുന്ന നിമിഷത്തിൽ ഒരു ടീച്ചർ അവരുടെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകണം. ഓരോ കുഞ്ഞുങ്ങളും അവരുടെ ടീച്ചറെ കാണുന്നത് അവരുടെ അമ്മയെ പോലെയാണ്. പ്രത്യേകിച്ച് 5ാം ക്ലാസ്സിലെയും 6ാം ക്ലാസ്സിലെയും ഒക്കെ കുഞ്ഞു മക്കൾ. ടെഡി വളർന്നു വലുതായി. ടെഡി നല്ലൊരു ജോലിയിലെത്തി. പിന്നീട് അവൻ നല്ലൊരു കുട്ടിയെ കല്യാണം കഴിക്കുന്ന ദിവസത്തിൽ ആ വിവാഹവേദിയിൽ തന്റെ അമ്മ ഇരിക്കേണ്ട സ്ഥാനത്തിരിക്കാനായി അവൻ ടീച്ചറെ ക്ഷണിക്കുകയാണ്. ആ ടീച്ചർ വർഷങ്ങൾക്ക് മുമ്പ് ടെഡി നൽകിയ ആ കുഞ്ഞു ബ്രേസ്ലെറ്റും ആ ടെഡി നൽകിയ കുഞ്ഞു പെർഫ്യൂമും അടിച്ചുകൊണ്ട് വിവാഹവേദിയിലേക്ക് എത്തുകയാണ്. സ്റ്റേജിൽ നിന്നുകൊണ്ട് ടെഡിയോട് ടീച്ചർ നന്ദി പറയുകയാണ്. ടീച്ചർ ടെഡിയുടെ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു: മോനെ, നീ എന്റെ ഉള്ളിൽ പുതിയൊരു ചിന്തയാണ് ഉണ്ടാക്കിയത്. എങ്ങനെ കുഞ്ഞു മക്കളോടും വിദ്യാർത്ഥികളോടും പെരുമാറാം എന്ന് പറയുന്ന വലിയൊരു പാഠമാണ് നീ എന്റെ ഉള്ളിൽ ഉണ്ടാക്കി തന്നത്. പരസ്പരം നന്ദി പറഞ്ഞ് അവർ വാരിപ്പുണർന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഒരുപാട് ടീച്ചർമാർ കടന്നുപോയിട്ടുണ്ട്. പക്ഷെ ഇന്ന് നിങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എത്ര ടീച്ചർമാരുടെ പേരുകൾ കടന്നു വരുന്നുണ്ട്?
കൃത്യമായി പാഠഭാഗങ്ങൾ പഠിപ്പിച്ചതുകൊണ്ടോ കുട്ടികൾക്ക് പരീക്ഷയിൽ മാർക്ക് വാങ്ങാൻ പ്രേരിപ്പിച്ചതുകൊണ്ടോ ഒരിക്കലും ഒരാൾ നല്ല ടീച്ചർ ആകുന്നില്ല. അതിനൊരേ ഒരു കാര്യം മാത്രമേ വേണ്ടൂ, നല്ലൊരു മനുഷ്യനാകുക. നിങ്ങളുടെ മുന്നിലിരിക്കുന്ന കുട്ടി നിങ്ങളുടെ സ്വന്തം കുഞ്ഞാണെന്ന് മാത്രം കരുതുക. വീണ്ടും കാണാം വലിയ കാര്യങ്ങൾ ചെറിയ വർത്താനവുമായി.